Welcome all. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ സ്ട്രീറ്റ് കഫേയിലാണ്. ഈസ്റ്റ് ഇന്ത്യ സ്ട്രീറ്റ് കഫേ ഇറ്റ്സ് റൺ ബൈ ഫ്രാഗ്രന്റ് നേച്ചർ ഫോർട്ട് കൊച്ചി. ഈസ്റ്റ് ഇന്ത്യ സ്ട്രീറ്റ് കഫേയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മാക്സിമം ചെയ്യുന്നത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൊളോണിയൽ ക്യൂസീനാണ്. ഇത് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻ്റ് ആണത്. ആൻഡ് വി ആർ യൂസിങ് 100% ഓർഗാനിക് വെജിറ്റബിൾസ് ഓവർ ഹിയർ. നമ്മൾ ചെയ്യുന്ന വെജിറ്റബിൾസ് എല്ലാം 100% ഓർഗാനിക് ആണ്, പെസ്റ്റിസൈഡ് ഫ്രീ ആണ്, കെമിക്കൽ ഫ്രീ വെജിറ്റബിൾസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ മെയിൻ ഇമ്പോർട്ടൻസ് ഈസ് ഇറ്റ്സ് റൺ ബൈ ഫ്രാഗ്രന്റ് നേച്ചർ ഹോട്ടൽ ആൻഡ് ഇറ്റ്സ് എ 24 hours കോഫി ഷോപ്പ്. 365 days 24 hours കോഫി ഷോപ്പാണ്. നിങ്ങൾക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇവിടെ വന്നാൽ ഫുഡ് അവൈലബിൾ ആണ്. വി ഹാവ് ഗോട്ട് എ സർട്ടൻ മെനു ഓവർ ഹിയർ. സോ ആ മെനുവിൽ നിന്നുള്ള ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ് 24 hours. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബേക്ക്ഡ് പ്രിപ്പറേഷൻ ആണ്. ബേക്ക്ഡ് ചിക്കൻ. എല്ലാവരും വിചാരിക്കും ബേക്ക്ഡ് ചിക്കൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വിചാരിക്കും. പക്ഷേ ആ ബേക്ക്ഡ് ചിക്കൻ നമ്മൾ ചെയ്യുന്നത് മിൽക്കിലാണ്. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം നമ്മളതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വീട്ടിലൊരു ഓവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മേക്ക് ഷുവർ ദാറ്റ് ഈ ഓവൻ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു നിർബന്ധമാണ്. രണ്ടാമതൊരു കാര്യം, നമ്മളിത് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഓവൻ 180 degree സെൽഷ്യസിൽ ചൂടാക്കിയിടണം. സോ വിൽ സി ഹൗ ഇറ്റ് ഈസ് മെയ്ഡ്. ബട്ടർ ഇട്ട് നമ്മൾ ചൂടാക്കുകയാണ്. കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കാണിത്. കുറച്ച് ചോപ്പ് ഗാർലിക് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. അതുപോലെ കുറച്ച് ചോപ്ഡ് സെലറി ആണ്. ചോപ്പ് സെലറി നമ്മളതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ മിക്സ്ഡ് ഹെർബ്സ് ആണിത്. ഇതിൻ്റെ അകത്ത് ബേസിൽ, തൈം, മാർജനം എന്ന് പറഞ്ഞ കോണ്ടിനെൻ്റൽ ഹെർബ്സ് എല്ലാം കൂടി മിക്സ് ചെയ്താണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. അഗൈൻ വി ആർ ആഡിങ് ഷാലറ്റ്സ്. എന്താ ഇത് ചെറിയ ഉള്ളിയാണ്. കോണ്ടിനെൻ്റൽ പ്രിപ്പറേഷൻസ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഷാലറ്റ്സ് ആണ്. നമ്മുടെ പ്രിപ്പറേഷൻ അധികം നല്ല എരിവില്ലാത്തൊരു പ്രിപ്പറേഷനാണ്. അതിൻ്റെ അകത്ത് ഉപ്പ് ആഡ് ചെയ്യുകയാണ്. അധികം സ്പൈസിനെസ് വേണ്ട എന്നുള്ളവർക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്താൽ മതി. ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ നമ്മൾ ഒരു ലെഗിൻ്റെ പീസും ഒരു ബ്രസ്റ്റിൻ്റെ പീസുമാണ് നമ്മൾ വേണ്ടി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോണ്ടിനെൻ്റൽ പ്രിപ്പറേഷൻസിൽ ഓൾമോസ്റ്റ് എല്ലാ ചിക്കൻ വിത്ത് സ്കിന്നാണ് അവർ യൂസ് ചെയ്യുന്നത്. സോ നമ്മളും അതുപോലെ തന്നെ വിത്ത് സ്കിന്നാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. മറിച്ചിടുകയാണ്. നമ്മുടെ ചിക്കൻ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മളതൊരു ബേക്കിംഗ് പാനിലേക്ക് മാറ്റുകയാണ്. നമ്മൾ അതിലേക്ക് മിൽക്കാണ്, ഇത് പശുവിൻ്റെ പാലാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അധികം സ്പൈസി അല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. കൊച്ചു കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ഈവൻ രോഗികളായിട്ടുള്ളവർക്കും കഴിക്കാൻ പറ്റുന്നൊരു പ്രിപ്പറേഷനാണിത്. നമ്മളിത് 180 degree പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് നമ്മളിത് വയ്ക്കുകയാണ്. സോ ഇറ്റ് വിൽ ടേക്ക് അനദർ 15 minutes to get it cooked. So make sure the main important thing you have to make sure that your oven is pre-cooked at a temperature of 180 degree Celsius, and again you need a cooking time of 15 minutes. 180 degree Celsiusൽ നമ്മൾ 15 minutes കുക്ക് ചെയ്തു. നമ്മൾ ചിക്കനും ഗ്രേവിയും റെഡിയാണ്. നമുക്കിനി അത് ഡിഷ് ഔട്ട് ചെയ്യാം. നമ്മളുടെ ബേക്ക്ഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ ആദ്യം പറഞ്ഞാൽ ചിക്കൻ ഈസ് ബേക്കിംഗ് ഇൻ മിൽക്കാണ്. സോ എപ്പോഴും നമ്മൾ ആദ്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഷുഡ് ബി ബേക്ക്ഡ് ഇൻ 180 degree Celsius for 15 minutes.